വിശദമായി ആലപ്പുഴ ചെങ്ങന്നൂരിൽ ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കഞ്ചാവ് കണ്ടെത്തി. 16 ബാറ്റുകളിലായാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 15 കിലോയോളം വരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ 2 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു. പതിനഞ്ച് കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഈ ക്രിക്കറ്റ് ബാറ്റിനുകളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരണ്യ സ്നേഹിതനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, കഞ്ചാവ് കടത്തിന്റെ ഓരോ പുതിയ രീതികൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ കടത്തുന്ന നിലയിലാണ് ഇവിടെ കണ്ടെത്തിയത്. 2 പേർ പിടിയിലായിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടോ? എന്താണ് അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ? ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച കഞ്ചാവാണ്. വിവേക് എക്സ്പ്രസിലാണ് ചെങ്ങന്നൂരിൽ വൈകിട്ടോടുകൂടി ഈ ക്രിക്കറ്റ് ബാറ്റുകൾ കഞ്ചാവ് നിറച്ചുകൊണ്ട് റബീഹുൽ ഹക്ക് എന്ന വ്യക്തി എത്തുന്നത്. ഇയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വെസ്റ്റ് ബംഗാൾ മാൽഡ സ്വദേശിയാണ് ഇയാൾ എന്നുള്ളതാണ്. പോലീസിനും റെയിൽവേ പോലീസിനും എക്സൈസിനും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഇയാളുടെ കൈവശം നിന്നും 15 ബാറ്റുകളോളം കണ്ടെത്തിയിരുന്നു. അതിൽ തന്നെ ഈ പ്ലാസ്റ്റിക് ബാറ്റുകൾ, അത് ബാറ്റുകളുടെ ഭാരം ഉൾപ്പെടെയാണ് ഉള്ളതാണ് പോലീസിന് സംശയം തോന്നിയതും. കാരണം ഈ കുട്ടികൾക്ക് കളിക്കാനായി നൽകുന്ന രീതിയിലുള്ള വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള അന്യസംസ്ഥാനത്തുള്ള ആളുകൾ അത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വിൽപ്പന നടത്താറുണ്ട്. അത്തരത്തിൽ വിൽപ്പന നടത്തുന്ന ആളുകൾ എന്ന രീതിയിലാണ് ഈ ബാറ്റുകൾ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഈ ബാറ്റുകൾ ഭാരക്കൂടുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാണ് റെയിൽവേ പോലീസും ഒപ്പം തന്നെ റെയിൽവേ ഇന്റലിജൻസും ഒപ്പം ഈ എക്സൈസും ചേർന്ന് ഒരു സംയുക്ത പരിശോധനയിലേക്ക് തയ്യാറാകുന്നത്. ഈ റബീഹുൽ ഹക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാറ്റുകൾ പരിശോധിക്കുകയായിരുന്നു. ബാറ്റുകളുടെ പിടി തുറന്ന് അതിലൂടെ കഞ്ചാവ് നിറച്ചിട്ടുണ്ട്. അതായത് ഈ ബാറ്റ് ഉൾഭാഗം പൊള്ളയാണ്, ആ ഉൾഭാഗത്താണ് ഇത് കഞ്ചാവ് നിറച്ചിരുന്നത്. ഒപ്പം തന്നെ ചില ബാറ്റുകളുടെ സൈഡ് ഭാഗം കീറിയിട്ട് അതിൽ കൂടെയും കഞ്ചാവ് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച അവസ്ഥയിലുമാണ്. ഇതിൽ 13.5 കിലോ വരുന്ന കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഓണമടക്കമുള്ള വിശേഷ ദിവസങ്ങൾ വരുന്നത് കണക്ക് കൂട്ടിയാണ് ഇത്തരത്തിൽ ലഹരി ഇവിടേക്ക് കൊണ്ടുവന്നതെന്നുള്ള കണക്കുകൂട്ടലാണ്. ആ ഒരു ഘട്ടത്തിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി കൂടിയുള്ള ശ്രമമാണ്. അത്തരത്തിൽ പ്രത്യേകിച്ച് ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന എക്സൈസും റെയിൽവേയും ഒക്കെ കർശനമാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായി കൂടിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. റബീഹുൽ ഹക്ക് വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ഒറ്റയ്ക്കാണ് ഒഡീഷയിൽ നിന്ന് ഇത് കൊണ്ടുവന്നെന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ ആളുകൾ ഉണ്ടോ, മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇവർ ഇറങ്ങിയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. രേണുക. ശരി, ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ക്രിക്കറ്റ് ബാറ്റിന് ഒളിപ്പിച്ച നിലയിലാണ് ഈ കഞ്ചാവ് കണ്ടെത്തിയത്. ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. RPF ക്രൈം ഇന്റലിജൻസിൻ്റെ ടീമുകളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നമ്മൾ ഈ ഓണത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു ബന്ധപ്പെട്ട് ഒരു സംയുക്തമായിട്ടുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്ത സമയത്താണ് ഈ പറയുന്ന ഈ ഒറീസ സ്വദേശിയെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ പിടികൂടുന്നതും കൂടുതൽ പരിശോധിച്ചപ്പോൾ ആ ബാഗിന് ഒരു പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ 16 ഈ പറഞ്ഞ ക്രിക്കറ്റ് ബാറ്റുകൾ കാണപ്പെട്ടു. ഇനി നമ്മൾ തുടർന്ന് ഇതിനി അകത്ത് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പം തുറക്കണം. ഇത് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ കണക്കുള്ള ഈ പരിശോധന ഇനി വരും ദിവസങ്ങളിലും വരുന്ന എല്ലാ നോർത്തിൽ നിന്ന് വരുന്ന എല്ലാ വണ്ടികളിലും നമ്മൾ നടത്തുന്നതാണത്. ഇപ്പോൾ ശരണ്യ സ്നേഹിതൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശരണ്യ, കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നതാണോ അന്വേഷണ സംഘം പറയുന്നത്? ശരി, ശരണ്യ ഇപ്പോൾ നമുക്കൊപ്പം ഇല്ല. എന്തായാലും ആലപ്പുഴ ചെങ്ങന്നൂരിലാണ് ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. 16 ബാറ്റുകളിലായാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 15 കിലോയോളം വരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത്.